അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കാനും അവനെ പ്രതീക്ഷിക്കുവാനും തഖ്വയുള്ളവരായി ജീവിക്കാനും എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഈ വേദിയിൽ നമ്മുടെ വിഷയം സുപ്രധാന ചരിത്രമാണ്. പ്രസ്തുത ചരിത്രം ദാത്തുർ റിഖാ യുദ്ധനാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടക്കയാത്ര വഴിയിൽ സംഭവിച്ചതാണ്. ദാത്തുർ റിഖാ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഒരു യുദ്ധമാണ്. അത് സംഭവിച്ചതുമായി ബന്ധപ്പെട്ടും കാരണവുമായി ബന്ധപ്പെട്ടും ആ പേരുമായി ബന്ധപ്പെട്ടുമൊക്കെ കുറേ ചർച്ചകളുള്ളതിനാൽ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ദാത്തുർ റിഖാ യുദ്ധത്തെക്കുറിച്ച് കുറേ വായിക്കും, പലയിടങ്ങളിൽ വായിക്കും. അത് എന്ന് സംഭവിച്ചു എന്നതിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു നിലപാടും, അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്ര പണ്ഡിതന്മാരെല്ലാം മറ്റൊരു നിലപാടും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തീർത്തു പറഞ്ഞു, ഖൈബർ യുദ്ധത്തിന് ശേഷമാണ് ദാത്തുർ റിഖാ നടന്നത് എന്ന്. ഇബ്നു ഇസ്ഹാഖും ഇബ്നു സഅദും ഉൾപ്പെടെയുള്ള ചരിത്ര പണ്ഡിതന്മാരെല്ലാവരും മുറിച്ചു പറഞ്ഞു, ഖൈബർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ദാത്തുർ റിഖാ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇമാം ബുഖാരി റഹിമഹുല്ലാ പല നിവേദനങ്ങളെ ഉണർത്തി തൻ്റെ അഭിപ്രായത്തെ സ്ഥിരീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ഹജർ ഫതഹുൽ ബാരിയിൽ ഇമാം ബുഖാരിയെ പിന്തുണച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ പ്രബലപ്പെടുത്തി ഖൈബർ യുദ്ധ നാളുകൾക്ക് അപ്പുറമാണ് ദാത്തുർ റിഖാ നടന്നത് എന്ന് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ മൂസൽ അശ്അരി, അബൂ ബുർദ, അബൂ റുഹും ഇവരൊക്കെ പങ്കെടുത്ത യുദ്ധമാണ് ദാത്തുർ റിഖാ. ഖൈബർ യുദ്ധ നാളുകളിലാണ് അബൂ ഹുറൈറ, അബൂ മൂസൽ അശ്അരി ഇവരുടെയൊക്കെ ഇസ്ലാം ആശ്ലേഷണവും അവർ വിശുദ്ധ മദീന അണയുന്നതും ഖൈബറുമായി ബന്ധപ്പെട്ടുള്ള ആ ചരിത്രങ്ങളിലൊക്കെ ഭാഗവാക്കാകുന്നതും. അപ്പോൾ അവരൊക്കെ പങ്കെടുക്കണമെങ്കിൽ ദാത്തുർ റിഖാ ഖൈബറിനപ്പുറം എന്നുള്ള ഇമാം ബുഖാരിയുടെ ആ ഒരു നിരീക്ഷണം അത് പ്രാമാണികമായി ശക്തമാണ്. ഏതായാലും ദാത്തുർ റിഖാ സംഭവിച്ചതിൽ ആർക്കും പക്ഷാന്തരമൊന്നുമില്ല. പക്ഷേ ആ യുദ്ധത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ ഇവിടെ പറയുമ്പോൾ ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകേണ്ടതും നമ്മൾ അറിയേണ്ടതും അനിവാര്യമാണ്. അതിൽപ്പെട്ടതാണ് ആ യുദ്ധത്തിന് ദാത്തുർ റിഖാ എന്ന പേര് വന്നത്. ദാത്തുർ റിഖാ യുദ്ധം അത് വിശുദ്ധ മദീനയുടെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടാണ്, നജിദിൻ്റെ ഭാഗത്ത്. ബനു അൻമാർ, ബനു സാലബ ഗോത്രങ്ങൾ, നജിദികൾ അവിടം താമസിച്ചിരുന്നു ദാത്തുർ റിഖാവിൽ. വിശുദ്ധ മദീനയിലേക്ക് ഒരു അറാബി അദ്ദേഹത്തിൻ്റെ ജലബുമായി വന്നു എന്നാണ്. ജലബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവട വസ്തുക്കൾ, കച്ചവട ചരക്കുകൾ മദീനയിൽ വിറ്റഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അയാൾ നൽകിയൊരു വിവരമാണ് ബനു സാലബും അൻമാറും വിശുദ്ധ മദീനയോട് യുദ്ധത്തിന് വലിയൊരു ആൾബലം ഒരുക്കി വരുന്നു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബനു അൻമാറിൻ്റെയും ബനു സാലബയുടെയും ചതിപ്രയോഗം ഇങ്ങനെ മനസ്സിലാക്കിയതിനാലാണ് 400 പേരെയും കൊണ്ട്, ചില നിവേദനങ്ങളിൽ 700 പേരെയും കൊണ്ട് വിശുദ്ധ മദീനയിൽ നിന്ന് ദാത്തുർ റിഖായിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. ദാത്തുർ റിഖാ എന്ന് പറയാൻ കാരണം ഈ യുദ്ധത്തിൻ്റെ നാട് കഷ്ണം വെച്ചതുപോലെയാണ്. കുറേ സ്ഥലം കറുത്ത മണ്ണും കല്ലും പാകപ്പെട്ട നിലയ്ക്ക്, കുറേ സ്ഥലം ചുവന്ന മണ്ണും കല്ലും ഒക്കെ പാകപ്പെട്ട നിലയിൽ ഒരു കണ്ടം വെച്ച തുണി എന്ന പോലെ ആ സ്ഥലം കാണപ്പെട്ടു. അതുകൊണ്ടാണ് അതിന് ദാത്തുർ റിഖാ എന്ന് പറയപ്പെട്ടത് എന്നും. അതല്ല, ദാത്തുർ റിഖാ എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന് പേരുണ്ട്. ദാത്തുർ റിഖാ എന്ന വൃക്ഷം നിറഞ്ഞു നിൽക്കുന്ന നാടായതിനാൽ, അവിടം യുദ്ധം നടന്നതിനാൽ അതിൽ ദാത്തുർ റിഖാ എന്ന് പറയപ്പെട്ടു എന്നും ഒക്കെ ഇതിൻ്റെ പേരിൻ്റെ കാരണമായി പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ യുദ്ധത്തിൽ സംബന്ധിച്ച
മഹത്തുക്കൾ ആ പേരിന് കാരണം പറഞ്ഞത് നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് വലിയ പാഠമാകുന്ന, ഈ ദീനിന് വേണ്ടി ജീവിച്ച, ത്യജിച്ച, സഹിച്ച, ഇതിനോട് സഹകരിച്ച ആ മഹത്തുക്കളുടെ വലിപ്പം മനസ്സിലാക്കാനും നമ്മൾ അവരോടൊക്കെ എത്ര കൂറുള്ളവരാകണം എന്നുള്ളത് ഓർക്കാനും അത് പറയൽ അനിവാര്യമാണ്. അബു മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഖറജ്ന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഗസ്വത്തിൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. വകുന്ന സിത്തത നഫറിൻ, ഞങ്ങൾ 6 ആളുകളുണ്ടായിരുന്നു ആ യുദ്ധത്തിൽ, ഒരു ടീം. ബൈനന ബഈറുൻ നൻതദിബുഹു, ഞങ്ങൾ 6 പേർക്ക് ഒരൊട്ടകം. ആ ഒട്ടകത്തിന്മേൽ ഞങ്ങൾ മദീനയിൽ നിന്ന് ദാത്തുർ റിഖായിലേക്ക്, നൻതദിബുഹു എന്ന് പറഞ്ഞാൽ ഊഴമനുസരിച്ചായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഒരാൾ ഒട്ടകപ്പുറത്ത് കയറി പോകുമ്പോൾ 5 പേർ കാൽനടയായി, പിന്നെ അയാൾ ഇറങ്ങിയാൽ ബാക്കിയുള്ളവർ കാൽനടയായി. ഇങ്ങനെ ഊഴമനുസരിച്ചായിരുന്നു ഞങ്ങൾ പോയത്. അബൂ മൂസ പറയുന്നത്, ഫനഖിബത് അഖ്ദാമുന വനഖിബത് ഖദമായ ഹത്ത സഖതത് അദാഫിരി എന്നാണ്. ഞങ്ങളുടെ കാലുകൾ വിണ്ടുകീറി പൊട്ടിപ്പോയി, എൻ്റെ കാൽപാദവും വിണ്ടുകീറി പൊട്ടിപ്പോയി, എൻ്റെ കാലിലെ നഖങ്ങൾ കൊഴിഞ്ഞുപോയി. അങ്ങനെ ആയിരുന്നു ഞങ്ങൾക്ക് മദീനയിൽ നിന്നുള്ള ദാത്തുർ റിഖായിലേക്കുള്ള യാത്ര. അങ്ങനെ കാലുകൾ പൊട്ടി നഖം കൊഴിഞ്ഞു വീണപ്പോൾ കുന്ന നെലുഫുൽ ഖിറഖ് അല അർജുലിന എന്നാണ്. ഞങ്ങൾ ഖിറക്ക് എടുത്ത് ഞങ്ങളുടെ കാലിനെ ചുറ്റിക്കെട്ടുമായിരുന്നു എന്നാണ്. ഖിറക്ക് എന്ന് പറഞ്ഞാൽ തോൽ കഷ്ണങ്ങളും തുണി കഷ്ണങ്ങളും, അത് ഞങ്ങളുടെ കാലിൽ ചുറ്റിക്കെട്ടുമായിരുന്നു ഞങ്ങൾ. അതിനാലാണ് ഫസുമ്മിയത് ദാത്തുർ റിഖാ, ആ യുദ്ധം ദാത്തുർ റിഖാ എന്ന് പറയപ്പെട്ടത്. ലിമാ കുന്ന നഅസിബു അർജുലന ബിൽ ഖിറഖ്, ഞങ്ങളുടെ കാലുകളെ ഞങ്ങൾ ഖിറക്ക് കൊണ്ട്, തുണി കൊണ്ട് അല്ലെങ്കിൽ തോൽ കഷ്ണം കൊണ്ട് അതിനാലാണ് ഈ യുദ്ധത്തിന് ദാത്തുർ റിഖാ എന്ന് പേരിട്ടത് എന്നാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. ദാത്തുർ റിഖാ എന്ന് പറഞ്ഞാൽ റിഖാഴുകളുള്ള എന്നാണ്. റിഖാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോൽ കഷ്ണങ്ങൾക്കാണ് പറയുക, പൊതുവിൽ ശീല കഷ്ണത്തിനും പറയും റിഖാ. നമ്മളെ ഹദീസിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ക്രോഡീകരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഫകുന്തു ഫതതബ്ബഅതുൽ ഖുർആന മിനർ റിഖാഇ വൽ അക്താഫി വൽ ഉസുബ് എന്ന് പറയുന്നുണ്ട്. ഖുർആനെ ക്രോഡീകരിക്കാൻ വേണ്ടി ഞാൻ തുനിഞ്ഞു. അങ്ങനെ ഞാൻ ഖുർആനെ അന്വേഷിച്ചു ക്രോഡീകരിക്കാൻ വേണ്ടി. എവിടെ? മിനർ റിഖാഇ വൽ അക്താഫി വൽ ഉസുബ്. റിഖ എന്ന് പറഞ്ഞാൽ തോലുകളിൽ, എഴുതപ്പെട്ട തോലുകളിൽ. അതേപോലെ തന്നെ അക്താഫ് എന്ന് പറഞ്ഞാൽ എല്ലുകളിൽ. ഉസുബ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പനായുടെ മടലിൽ ഒക്കെ എഴുതിയ ഖുർആനെ ഞാൻ ക്രോഡീകരിച്ചു എന്ന് അദ്ദേഹം പറയാണ്. അവിടെ റിഖ എന്ന് പറഞ്ഞാൽ അതാണ്, തോലിനാണ് പറയുക, തോൽ കഷ്ണങ്ങൾക്ക്. തോൽ കഷ്ണങ്ങൾ, ശീലകൾ, ഇതുകൊണ്ടൊക്കെയായിരുന്നു അവർ ആ യുദ്ധത്തിന് പോയപ്പോൾ, അവരുടെ കാലുകൾ പൊട്ടിയപ്പോൾ, നടത്തത്തിൽ നഖം കൊഴിഞ്ഞു പോയപ്പോൾ അവർ പാദരക്ഷ ധരിച്ചത് എന്നാണ്. ഇത് കാരണത്താലാണ് ആ യുദ്ധത്തിന് ദാത്തുർ റിഖാ എന്ന് പറയപ്പെട്ടത് എന്നാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അനുഭവം വെച്ച്. ഇത് പ്രധാന ആ യുദ്ധത്തിന് അങ്ങനെ പേരിടാനൊരു കാരണമാണ്. എന്നാൽ മറ്റു കാരണങ്ങളെയും ഇത് നിരാകരിക്കുന്നുവോ നിഷേധിക്കുന്നോ ഇല്ല. പല കാരണങ്ങളാൽ ആ ഒരു യുദ്ധത്തിന് ദാത്തുർ റിഖാ എന്ന് പേര് വന്നിട്ടുണ്ട്. ചരിത്ര സംഭവങ്ങൾ പലതിൻ്റെയും ഒരു യുദ്ധമാണ് ഈ ദാത്തുർ റിഖാ. രക്തരൂക്ഷിതമായൊരു യുദ്ധം അവിടെ നടന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചതിയിലൂടെ ആക്രമിക്കാൻ, മദീനയെ ചതിയിലൂടെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായ ബനൂ സാലബയെയും അൻമാറിനെയും എതിരിടാൻ അങ്ങോട്ട് പോയപ്പോൾ അവർ ഉൾവലിയുകയാണ് ചെയ്തത്. മലകളുടെയും മറ്റുമൊക്കെ ഭാഗങ്ങളിലേക്ക് പിൻവാങ്ങുകയാണ് ചെയ്തത്. ചില ആയുധപ്രയോഗങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത്, ശത്രുപക്ഷത്തു നിന്നൊരു സ്ത്രീ കൊല്ലപ്പെട്ടത് ഹദീസിൽ ഉദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ സംസാരത്തിൻ്റെ പ്രധാന വിഷയവും. പക്ഷേ പല സംഭവങ്ങൾ, അതിൽ ഒന്ന് മർവാൻ ഇബ്നുൽ ഹകം മദീനയുടെ
അമീറായിരിക്കെ, ഗവർണറായിരിക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സലാത്തുൽ ഖൗഫിൽ സംബന്ധിച്ചിട്ടുണ്ടോ എന്ന്. ഹൽ സല്ലൈത മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഖൗഫ്, സലാത്തുൽ ഖൗഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് മർവാൻ ഇബ്നുൽ ഹക്കം ചോദിക്കുമ്പോൾ അബൂ ഹുറൈറ പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സലാത്തുൽ ഖൗഫ് നിസ്കരിച്ചിട്ടുണ്ട്. അത് എപ്പോൾ എവിടെ എന്നുള്ളത് പറയുമ്പോൾ അബൂ ഹുറൈറ പറയുന്നത് ദാത്തുർ റിഖായിൽ ഗത്ഫാനികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാര സമയം നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഓങ്ങി നിന്നപ്പോൾ. ഗത്ഫാനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപഗോത്രമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ അൻമാറും അതേപോലെ ബനു സാലബ, ബനു മുഹാരിബ്, ഈ ഗോത്രങ്ങളൊക്കെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് അവിടെ എത്തി ശത്രുക്കളൊക്കെ പല ഭാഗങ്ങളിലേക്ക് ഉൾവാങ്ങി ഒളിഞ്ഞു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവരുടെ നാട്ടിലെത്തിയിട്ട് നിൽക്കുമ്പോൾ ശത്രുക്കൾ അവർ പറയുകയാണ്, ഈ ഗത്ഫാനികൾ പറയുകയാണ്, ഇന്നലി ഹൗലാഇ സലാത്തൻ ഹിയ അഹബ്ബു ഇലൈഹിം മിൻ ആബാഇഹിം വ അബ്നാഇഹിം ഫഅജ്മിഉ അംറകും സുമമീലു അലൈഹിം മൈലതൻ വാഹിദതൻ എന്നാണ്. എന്താ പറഞ്ഞത്? ശത്രുക്കൾ പറയാണ്, ഗത്ഫാനികൾ പറയാണ്, ഇന്നലി ഹൗലാഇ സലാത്തൻ, ഇവർക്കൊരു നിസ്കാരമുണ്ട്, ആ നിസ്കാരം അഹബ്ബു ഇലൈഹിം, ഇവർക്ക് ഏറ്റവും ഇഷ്ടമാണ്, മിൻ ആബാഇഹിം വ അബ്നാഇഹിം, അവരുടെ പിതാക്കളേക്കാൾ അവരുടെ മക്കളേക്കാൾ. അതുകൊണ്ട് ഫഅജ്മിഉ അംറകും, ആ നിസ്കാരത്തിന് ഒരു കൈയിട്ടുന്ന സമയമുണ്ടല്ലോ, അപ്പം നിങ്ങൾ ഒത്തു നിന്നോളീ, ഫമീലു അലൈഹിം മൈലത്തൻ വാഹിദത്തൻ, ഒരു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ അറ്റാക്ക് ഒന്നിച്ചെന്ത് എല്ലാവരുടെയും ചെന്നിട്ട് അവരുണ്ട് ആക്രമിക്കുക. കാരണം ആ നിസ്കാരത്തിന് അവർ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ദുനിയാവൊന്നുമില്ല, അവർ ഈ ലോകം വിട്ടു. അതുകൊണ്ട് തന്നെ അവർ ഒന്നിച്ച് നശിപ്പിക്കാൻ ആ നിസ്കാരം കാത്തിരുന്നോളി എന്നവർ പറയാണ്. ഏതാ നിസ്കാരം? ഇന്നലി ഹൗലാഇ സലാത്തൻ ഹിയ അഹബ്ബു ഇലൈഹിം മിൻ ആബാഇഹിം വ അബ്നാഇഹിം, സലാത്തുൽ അസ്ർ, അസ്ർ നിസ്കാരം. അസ്ർ നിസ്കാരത്തെക്കുറിച്ചാണ് അവിടെ അവർ പറഞ്ഞത്. അപ്പോൾ അസ്റിന് തന്നെ ഇത്ര സ്ഥാനമുണ്ടെങ്കിൽ ഫജറിന് എത്ര സ്ഥാനം ഉണ്ടാവും? ഇത് ശത്രുവിൻ്റെ വിലയിരുത്തലാണ്. അസ്ർ നിസ്കാരത്തെക്കുറിച്ചുള്ള ശത്രുവിൻ്റെ വായനയും വിലയിരുത്തലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വിശ്വാസികൾക്കും പിതാക്കളേക്കാൾ മക്കളേക്കാൾ ഇഷ്ടകരമായ നിസ്കാരം എന്ന്. അപ്പോൾ പിന്നെ ഫജറും ഇശയൊക്കെ എന്താണ് അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ഏതായാലും അവരിത് പറഞ്ഞു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മാനം ഇറങ്ങിയത്. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാത്തുൽ ഖൗഫ് നിസ്കരിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് സലാത്തുൽ ഖൗഫിൻ്റെ നിസ്കാരം? സലാത്തുൽ ഖൗഫ് പല രീതിയിൽ നിസ്കാരമുണ്ട്. പക്ഷെ അതിൽ ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു കൂട്ടർ നിസ്കരിക്കുക, ഒരു ഭാഗം. അപ്പോൾ മറ്റുള്ളവർ ആയുധം എടുത്ത് ശത്രുവിന് നേരെ നിലയുറപ്പിക്കുക. ഈ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം 2 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗം നിസ്കരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവർ പോവുക. എന്നിട്ട് അടുത്ത വിഭാഗം എന്ത് ചെയ്യുക? വരിക. എന്നിട്ട് അവർ നിസ്കരിക്കുക. അപ്പോൾ മറ്റേ വിഭാഗം ആയുധം എടുത്തിട്ട് ശത്രുവിന് നേരെ നിലയുറപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ് സ്വലാഹ ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക വലിയഖുദു അസ്ലിഹതഹും ഫഇദാ സജദു ഫൽതഅതി ത്വായിഫത്തുൻ ഉഖ്റാ ലം യുസല്ലു ഫൽയുസല്ലു മഅക വലിയഖുദു ഹിദ്റഹും വഅസ്ലിഹതഹും വദ്ദല്ലദീന കഫറൂ ലൗ തഗ്ഫുലൂന അൻ അസ്ലിഹതികും വഅംതിഅതികും അൻ തമീലു മൈലതൻ വാഹിദ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നിങ്ങൾ വിശ്വാസികളോടൊപ്പം ഉണ്ടാവുക. വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ് സ്വലാഹ, നിങ്ങൾ അവർക്ക് വേണ്ടി നിസ്കാരം സംഘടിപ്പിക്കുമ്പോൾ ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക, നിങ്ങളുടെ കൂടെ എന്ത് ചെയ്യട്ടെ? ഒരു വിഭാഗം നിസ്കരിക്കട്ടെ. വലിയഖുദു അസ്ലിഹതഹും, നിസ്കരിക്കുന്നവർ അവരുടെ ആയുധം എടുത്തിട്ട് നിസ്കരിക്കട്ടെ. വഇദാ സജദു, എന്നിട്ട് ഇവർ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൽതഅതി ത്വായിഫത്തുൻ ഉഖ്റാ ലം യുസല്ലു ഫൽയുസല്ലു മഅക, മറ്റേ വിഭാഗം വരട്ടെ, അവർ നിസ്കരിച്ചിട്ടില്ല, അവർ താങ്കളോടൊപ്പം നിസ്കരിക്കട്ടെ. അവരും വലിയഖുദു ഹിദ്റഹും വഅസ്ലിഹതഹും, അവരുടെ മുൻകരുതൽ എടുക്കണം, അവരുടെ ആയുധം എടുക്കണം നിസ്കരിക്കുമ്പോൾ. എന്നിട്ട് പറയുന്നു വദ്ദല്ലദീന കഫറു ലൗ തഗ്ഫുലൂന അൻ അസ്ലിഹതികും വഅംതിഅതികും, നിങ്ങളുടെ ആയുധങ്ങൾ, നിങ്ങളുടെ വിഭവങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധരാകാനാണ് അവിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. യമീലൂന അലൈക്കും മൈലത്തൻ വാഹിദ, നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആയുധം വിഭവതൊന്നും ബോധമല്ല, നിസ്കാരത്തിൽ അള്ളാഹിനോടാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഒരൊറ്റ
ഒരൊറ്റ പ്രത്യാക്രമണം, അതാണ് അവിശ്വാസി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയുധം എടുക്കുക, മുൻകരുതലും എടുക്കുക, എന്നിട്ട് നിസ്കരിക്കുക. ഇങ്ങനെ അതാണ് സലാത്തുൽ ഖൗഫ്. ഇങ്ങനെ നിസ്കരിച്ചതോട് കൂടിയിട്ടാണ് മറ്റോലെന്താണ് അവർ അസർ നിസ്കരിക്കുമ്പോൾ അറ്റാക്കിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവരെ ഇച്ഛാഭംഗപ്പെടുത്തുമാറാണ് നിസ്കാരം നടന്നത്, സലാത്തുൽ ഖൗഫ് നടന്നത്. ഏതായാലും ഞാൻ സലാത്തുൽ ഖൗഫ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിസ്കരിച്ചിട്ടുണ്ട് ദാത്തുർ റിഖായിലെത്തിയപ്പോൾ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മർവാൻ ഇബ്നുൽ ഹക്കമിനോട് പറഞ്ഞതാണ് നമ്മുടെ ആ വിഷയം. ഇതേപോലെ പല സംഭവങ്ങൾ. ഇപ്പോൾ ഗൗറസ് ഇബ്നുൽ ഹാരിസ് അൽ മുഹാരിബി ദാത്തുർ റിഖായിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വാള് മരത്തിൽ കൊളുത്തി അവിടെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അത് കസീറത്തുൽ അബ എന്നാണ്. കസീറത്തുൽ അബ എന്ന് പറഞ്ഞെങ്കിൽ കുറേ കുറ്റിച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വാള് ഒരു ചെടിയിൽ തൂക്കി അതിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന വിഷയമാണ് ഹദീസിൽ കാണുന്നത്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന നേരത്തുനിന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങളൊന്നായിട്ട് ചെന്ന് നോക്കുമ്പോണ്ട് ഗൗറസ് ഇബ്നുൽ ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ഗൗറസ് ഇബ്നുൽ ഹാരിസ് വന്നിട്ട് അഖദ സൈഫി, എൻ്റെ വാളെടുത്തിട്ട് ഫഖ്തറത്ത് എന്നാണ്, വാൾ ഉറയുന്ന ഊരിയിട്ട് ഇങ്ങനെ മൂപ്പര അതുകൊണ്ട് വാൾ ഇളക്കി എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അതഖാഫു മിന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഇയാൾ ഓടി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാളെടുത്തിട്ട് നിരായുധനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ വാള് ഉറയിൽ നിന്ന് ഊരിയിട്ട് അത് വീശുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അതഖാഫു മിന്നി, എന്നെ പേടിയുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, എന്നെ പേടിയില്ല. അപ്പം മൈ യംനഉക മിന്നി, അല്ലെ മൈ യംനഉക അന്നി, എന്നെ തൊട്ട് ആര് താങ്കളെ തടയുമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയാണ് പറഞ്ഞത്, അല്ലാഹ് തടയുമെന്ന് പറഞ്ഞപ്പോൾ ഫസഖത്ത സൈഫു മിൻ യദിഹി എന്നാണ്, വാള് കയ്യിൽ നിന്ന് വീണു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാളെടുത്തത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിക്കുന്നത്, അതഖാഫു മിന്നി, എന്നെ പേടിയുണ്ടോ? മൈ യംനഉക അന്നി, എന്നെ തൊട്ട് ആര് തടയും എന്നുള്ളത്. അയാൾക്ക് അള്ളയില്ല, അയാൾ ആ വിശ്വാസിയാണ്. ഈ ഗൗറസ് ഇബ്നുൽ ഹാരിസ് ബനു മുഹാരിബ് ഗോത്രക്കാരനാണ്. അതുകൊണ്ട് അള്ളാഹ്ന്നൊന്നും പറയുന്നില്ല. അയാൾ പറഞ്ഞത് കുൻ ഖൈറ ആഖിദിൻ എന്നാണ്, നീ ഒരു താങ്കളൊരു നല്ല മനുഷ്യനായിട്ട് വർത്തിക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിക്കുകയാണ്, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സാക്ഷ്യം ചൊല്ലുമെന്ന് ചോദിക്കുകയാണ്. അയാൾ പറയണം, ഇല്ല, ചൊല്ലൂല എന്ന് പറയണം. നോക്കണം. പക്ഷേ അയാൾ പറയണം, വലാകിൻ ഉആഹിദുക അല്ലാ ഉഖാതിലുക അബദൻ, ഞാനിതാ ഇവിടെ വെച്ച് വാക്ക് തരാണ്, ഒരിക്കലും താങ്കളോട് ഞാൻ ഇനി യുദ്ധം ചെയ്യൂല എന്ന് വാക്ക് കൊടുക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് മാപ്പ് കൊടുക്കുകയാണ്. അയാൾ പോവുകയാണ്. ഹദീസിൽ കാണാൻ ജാബിർ പറയണം, വലം യുആഖിബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് നേരെ ഒരു ശിക്ഷാ നടപടിയോ ഒരു പ്രതികാരമോ സ്വീകരിച്ചില്ല. അങ്ങനെയാണ് ഈ ഗൗറസ് ഇബ്നുൽ ഹാരിസ് പോയിട്ട് പറയുന്നത്, അയാളുടെ ആ നാട്ടുകാരോട് ചെന്നിട്ട് പറയുന്നത്, ജീഇതുകും മിൻ ഇൻദി ഖൈരിന്നാസ്, ലോകരിൽ ഏറ്റവും നല്ലൊരു മനുഷ്യൻ്റെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. ഇത് ദാത്തുർ റിഖാ യുദ്ധത്തിൻ്റെ ആ മടക്ക സമയം അവിടെ വെച്ച് നടന്ന ഒരു സംഭവം സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നത് ഈ യുദ്ധത്തിലാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മായിട്ടുള്ള സുപ്രധാന സംഭാഷണം നമ്മൾ വായിക്കുന്നത്. അതെന്താ? എല്ലാവരും മടക്ക യാത്രയിലാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒക്കെ വേഗം മടങ്ങുന്നുണ്ട്, കാരണം യുദ്ധം നടന്നില്ലല്ലോ. ജാബിർ റളിയല്ലാഹു തആല അൻഹു വേഗം മടങ്ങാൻ കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നി ഹദീസു അഹദിൻ ബി ഉർസ്. ഹദീസ് അഹദിൻ ബി ഉർസ് എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ, ഞാനും ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞ ആളാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തിരക്കുണ്ട് മടങ്ങാൻ. പക്ഷേ വഴിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിറിനെ കാണുകയാണെങ്കിൽ ഇരുളിൻ്റെ മറവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കാണുകയാണ് മെല്ലെ പോണത്. അപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, ജാബിറാണെന്ന് ചോദിക്കുകയാണ്. അവൻ മാഷ എന്താ വിഷയം, എന്താ അങ്ങനെ മെല്ലെ പോണത്? അപ്പോൾ പറയാണ്, ഇസ്തബ്ത ബി ജമലി വ അയ, എൻ്റെ ഒട്ടകം ചടച്ച് അത് മെല്ലെ പോകണുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഇസ്തംസിക്, ഒട്ടകത്തിനെ മുറുകെ പിടിക്കാൻ പറഞ്ഞ് ജാബിറിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വടികൊണ്ട് ഒട്ടകത്തെ ഒന്ന് അടിച്ച് തൊളിച്ചപ്പോൾ പിന്നെ ആ ഒട്ടകം ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എല്ലാവരെയും മുൻകടന്ന് പോഞ്ഞു എന്നാണ്. അത്ര വേഗത്തിൽ
അത് ചലിച്ചു എന്നാണ് ജാബിറിനെ പറയുന്നുണ്ട്. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അസാബത്തുഹു ബറക്കത്തുക യാ റസൂലല്ലാഹ്, റസൂലെ താങ്കളുടെ ബർക്കത്ത് ഇതിനെ ഏറ്റു, അത് കാരണത്താൽ ഇത് ഭയങ്കര ഉഷാറാണെന്ന് പറയുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാ ജാബിർ തബിഉനി ജമലക്, താങ്കളുടെ ഒട്ടകത്തെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞങ്ങൾക്ക് ആകെ ഒരു ഒട്ടകമേ ഉള്ളൂ, ഇതിനെ വിറ്റാൽ. അപ്പോൾ തബിഉനി ജമലക് യാ ജാബിർ എന്ന് ചോദിക്കുമ്പോൾ യാ റസൂലല്ലാഹ് വഹിയ ലക് വഹുവ ലക്, തിരുദൂതരെ ഈ ഒട്ടകം നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂൽ പറയുന്നില്ല തബിഉനി, നിങ്ങളിതെനിക്ക് വിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്, ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിൽക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു അത് റസൂലുള്ളാഹിക്ക് വിൽക്കുകയാണ്. അതിൽ 40 ദനാനീറിന് 4 ദീനാറുകൾക്ക് വിറ്റു എന്നാണ്. 4 ദീനാറിനാണ് സ്വർണ്ണ നാണയങ്ങളല്ലേ, വിറ്റു എന്നാണ്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം വിലപ്പേശൽ നടന്നു എന്നാണ്. എത്ര വില തരും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു ഊക്കിയ തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ഊക്കിയ പറഞ്ഞാൽ കുറച്ച് പൈസ അല്ലേ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് ഒക്കൂല, പിന്നെ നിങ്ങളെനിക്ക് എന്താണ് ഗബൻ, നഷ്ടബോധം, സങ്കടം ഉണ്ടാക്കും, ഞാനിത് ഒരു ഊക്കിയാക്കി തന്നാലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വില പേശിയിട്ട് അവസാനം 4 ദീനാറിനെത്തി എന്നാണ്. 4 ദീനാർ നല്ല കാശാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹു മദീനയിലെത്തണ്ടേ, വഴിയിൽ നിന്നാണ് ഇത് നടക്കുന്നത്. ഏതായാലും പിന്നെ ജാബിർ റളിയല്ലാഹു തആല അൻഹുവും മദീനയിലെത്തിയിട്ടാണ് പിന്നെ ഒട്ടകവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ഹദീസ് അഹദിൻ ബി ഉർസ്, ഞാൻ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പിളയാണെന്ന് പറയുമ്പോൾ പറയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചാൽ ചോദിക്കുന്നത് ഈ ദാത്തുൽ ഇഖായിൻ്റെ വഴിയിൽ തസവ്വജ്ത ബിക്രൻ അം സയ്യിബൻ, കന്യകയെയാണോ കല്യാണം കഴിച്ചത് അതല്ല ഒരു പിന്നെ സയ്യിബിനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സയ്യിബിനെ കല്യാണം കഴിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചാണ് പറഞ്ഞത് ഹല്ല ബിക്രൻ തുദാഹിഖുഹ എന്നൊക്കെ പറയുന്നത് അവിടെ വെച്ചാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റസൂലേ, എൻ്റെ പിതാവ് ഉഹുദിൽ ഷഹീദായി, ഇസ്തുഷിദ ഹബീബി ഉഹുദ് വതറക 9 ബനാത്ത്, എൻ്റെ വാപ്പ ഉഹുദിൽ ഷഹീദായപ്പോൾ 9 പെൺമക്കളെ വിട്ടേച്ചാണ് എന്ത് ചെയ്തത്, വാപ്പ മരിച്ചത്. അപ്പോൾ എനിക്ക് 9 സഹോദരിമാരെ നോക്കേണ്ട വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ പോലെയുള്ളൊരു കന്യകയെ കല്യാണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ തസവ്വജ്തു സയ്യിബൻ, ഞാനൊരു സയ്യിബിനെ കല്യാണം കഴിച്ചത്. തുഅല്ലിമുഹുന്ന വതുഅദ്ദിബുഹുന്ന വതംശുതുഹുന്ന വതഖ്സഉ ഖംലത ഇഹ്ദാഹുന്ന വതഖീതു ദിർഅ ഇഹ്ദാഹുന്ന ഇദാ തഖറക എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്താ, എൻ്റെ സഹോദരിമാരെ പെങ്ങന്മാരെ തുഅല്ലിമുഹുന്ന പഠിപ്പിക്കുന്ന, തുഅദ്ദിബുഹുന്ന അവർക്ക് അദബ് പകരുന്ന, അതേപോലെ തന്നെ വതംശുതുഹുന്ന അവരുടെ മുടി ചീകി കൊടുക്കുന്ന, വതഖ്സഉ ഖംലത ഇഹ്ദാഹുന്ന അവരുടെ മുടിയിൽ പേനുണ്ട് എങ്കിൽ ആ പേനെടുത്തു കൊടുക്കുന്ന, പേൻ നോക്കി കൊടുക്കുന്ന, അതേപോലെ വതഖീതു ദിർഅ ഇഹ്ദാഹുന്ന ഇദാ തഖറക അവരുടെ ഉടുപ്പ് കീറിയിട്ടുണ്ട് എങ്കിൽ അത് തുന്നിക്കൊടുക്കുന്ന, അതിനൊക്കെ പറ്റിയ ഒരു സയ്യിബിനെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഏതായാലും ആ യാത്ര വിശുദ്ധ മദീനയിലെത്തിയപ്പോൾ ഈ ഭാര്യയോട് പറയുന്നുണ്ട്, ഞാനിങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് വന്നു, ഇങ്ങനെ ഒരു കച്ചവടം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറയണം ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തെ കൊണ്ടേ കൊടുക്കാം, എന്നാൽ റസൂലുള്ളാഹിൻ്റെ ഒട്ടകല്ലേ, മദീനയിലെ തോളത്തിനാണ് ഇത് നിങ്ങൾക്ക്, അതുകൊണ്ട് കൊണ്ടേ കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു കൊടുക്കാനുള്ള ആ സ്വർണം കോരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തിൻ്റെ വില ദീനാറുകൾ കൊടുത്തു. ഫഅതാനി സമന ജമലി വജമലി വസഹ്മം മഅൽ ഖൗമി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിൻ്റെ വില ദീനാറുകൾ എനിക്ക് തന്നു, ഒട്ടകത്തെയും എനിക്ക് തന്നു, പിന്നെ ആളുകളോടൊപ്പം യുദ്ധത്തിൻ്റെ വീതം ഉണ്ടല്ലോ, ഗനീമത്ത് വീതം, അതും എനിക്ക് തന്നു എന്നൊക്കെ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഈ കച്ചവടം ഉറപ്പിച്ചതും ഇങ്ങനെ വില പറഞ്ഞതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഒട്ടകത്തെ കൊള്ളാനല്ല, പിന്നെയോ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം പറക്കാൻ മുറ്റാത്ത 9 പെങ്ങന്മാർ ജാബിറിൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളത്. ഈ ആങ്ങളയെ ആശ്രയിച്ചാണ് ആ പെങ്ങന്മാർ 9ഉം. അതുകൊണ്ട് അവരെ സഹായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു അഭിമാനക്ഷതമാകുമോ എന്നതിനാലാണ് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കച്ചവടം ഉറപ്പിച്ച് പിന്നെ ആളുകൾ അറിയാതെ ഒട്ടകത്തെയും ദീനാറുകളെയും ഒക്കെ കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അദ്ദേഹത്തിൻ്റെ അഭിമാനം കാത്തത് എന്നാണ്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു സൽഗുണാണ്. കുൻ റജുലൻ റിജ്ലുഹു ഫിസ്സറ വഹാമുഹാമതിഹി ഫിസ്സുറയ്യ ഫഇന്ന ഇറാഖത മാഅൽ ഹയാ ദൂന ഇറാഖത്തി മാഇൽ മുഹയ്യ എന്നാണ് ഒരു കവിതയിൽ പറഞ്ഞത്. നീ ആരാകണം? നിൻ്റെ കാല് മണ്ണിലാകണം, പക്ഷേ നിൻ്റെ മനോമുഖരവും മനസ്സും അത് കാർത്തിക നക്ഷത്രത്തിൻ്റെ നെറുകയിലായിരിക്കണം എന്നുണ്ടെങ്കിൽ നീ മണ്ണിലാണെങ്കിലും നിൻ്റെ ചിന്തയും ഭാവനയൊക്കെ അത് ഉന്നതമായിരിക്കണം. എന്നിട്ട് പറയാണ് ഫഇന്ന ഇറാഖത്ത മാഅൽ ഹയാ ദൂന ഇറാഖത്തി മാഇൽ മുഹയ്യ. ഒരു മനുഷ്യനാണ് കൊല്ലപ്പെടലാണ് അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതിനേക്കാൾ. അതാണ് മാഉൽ മുഹയ്യ എന്ന് പറഞ്ഞാൽ അഭിമാനം, മാഉൽ ഹയ എന്ന് പറഞ്ഞാൽ ജീവിതം. ഒരുത്തൻ്റെ ജീവിതം ഹനിക്കപ്പെടലാണ് അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതിനേക്കാൾ കരണീയം എന്നാണ് ആ കവിതയിൽ പറയുന്നത്. അതുകൊണ്ട് അഭിമാനത്തെ കാക്കുക എന്നുള്ളത് വലിയൊരു വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. അതിനാലാണ് ഒരു സഹായിക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു തആല എന്നെ ഇങ്ങനെ അഭിമാനം കാത്തുകൊണ്ട് സഹായിക്കേണ്ടായത്. ഏതായാലും ഈ ദാത്തുർ റിഖാഇൻ്റെ വിഷയം, അതിൽ കുറേ ചരിത്രങ്ങൾ നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുന്ന ഒരു യുദ്ധമാണത്. പക്ഷെ നമ്മുടെ വിഷയം അതാണ് ഞാനിപ്പോൾ പ്രധാനമായും ഊന്നുന്നതും ഉദ്ദേശിക്കുന്നതും. നമ്മൾ പറഞ്ഞു, ഒരു രക്തസിക്തമായ പോരാട്ടം, രക്തരൂക്ഷിതമായ ഒരു യുദ്ധം അവിടെ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ അവർ ഒരുങ്ങുന്നു. ചതിപ്രയോഗത്തെ മദീനയെ ആക്രമിക്കാനാണ് അവരുടെ ഭാവം എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 700 പേരെയും കൊണ്ട് അല്ലെങ്കിൽ 400 പേരെയും കൊണ്ട് ദാത്തുർ റിഖായിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അവർ ഉൾവലിഞ്ഞു. അവർ അവരുടെ മലമ്പ്രദേശങ്ങളിലും മറ്റൊക്കെ ചേക്കേറി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം മടങ്ങുകയാണ്. പക്ഷേ ഈ സമയത്ത് ആ ശത്രുപക്ഷത്തു നിന്ന് ഒരു സ്ത്രീ വധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു നേർച്ച നേർന്നു, മടങ്ങുന്ന മുസ്ലിം സൈന്യത്തിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഇവിടുന്നും രക്തച്ചൊരിച്ചിൽ തീർക്കണം എന്നതാണ് അയാളുടെ ഉദ്ദേശം. അങ്ങനെ ജാബിർ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മടക്കയാത്രയിൽ, ദാത്തുർ റിഖായിൽ നിന്നുള്ള മടക്കയാത്രയിൽ നസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻസിലൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് അന്തി ഉറങ്ങി വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അന്തി ഉറങ്ങിയിട്ട് അവിടെ വിശ്രമിക്കാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, കൂടെയുള്ള സൈനികരോട് ചോദിച്ചു, മൻ റജുലു യക്ലഉന, ആര് നമുക്ക് കാവൽ നിൽക്കും? അങ്ങനെ എല്ലാവരും സൈന്യം ഒന്നായിട്ട് ഉറങ്ങുകയാണ്, യാത്രയാണ്, ക്ഷീണിച്ച അവശമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ കാവൽ നിൽക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ? ശത്രു അതാണ്. അന്മാറും സാലബയും മുഹാരിബും എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൊടിയ ചതിപ്രയോഗം നടത്തുന്ന ഖത്തഫാനികളാണ്. അപ്പോൾ ഒരു പിന്നാലെ വരും. അതുകൊണ്ടാണ് ചോദിച്ചത് ആര് കാവൽ നിൽക്കുന്നു. അപ്പോൾ ഹദീസിൽ കാണാം, ഫൻതദബലഹു റജുലുൻ മിനൽ മുഹാജിരീന വറജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽ നിന്നൊരു വ്യക്തിയും മുഹാജിറുകളിൽ നിന്നൊരു വ്യക്തിയും അതിന് തയ്യാറായി, ഞങ്ങൾ നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, കൂന ബിഫമിശ്ശഅബ്, നിങ്ങൾ ബിഫമിശ്ശഅബിൽ നിൽക്കണം എന്ന് പറഞ്ഞു. എന്താ ഫമുശ്ശഅബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 2 മലകൾ ചേർന്ന് നിൽക്കുമ്പോൾ ആ മലകൾക്കിടയിലുള്ള വഴിയാണിത് ഷാബ്, മലഞ്ചെരുവിൻ്റെ അതിൻ്റെ ഫമിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിൻ്റെ തുടക്കത്തിൽ നിൽക്കുക. അപ്പോൾ ഷാബിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പല സ്ഥലങ്ങളിലായിട്ട് അന്തി ഉറങ്ങും, വിശ്രമിക്കും. ഈ ഷാബിൻ്റെ തുടക്കത്തിൽ വരുന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ശത്രു വരികയാണെങ്കിലും മല കയറി എന്തായാലും വരില്ല. പിന്നെയോ ഈ മലഞ്ചെരുവിലുള്ള വഴിയിലൂടെയാണ് അവർ വരിക. അപ്പോൾ അവരെ തുരത്താനും അവരെ ചെറുക്കാനും അല്ലെങ്കിൽ ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനെ അറിയിക്കാനും ഇവരോട് പറഞ്ഞ് നിങ്ങൾ ഫമുശ്ശഅബിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഇതനുസരിച്ച് ഈ ഫമുശ്ശഅബിൽ കാവൽ നിൽക്കാൻ. ഹദീസിൽ പറയുകയാണ്, ഫൽതജഅൽ മുഹാജിറു വഖാമൽ അൻസാരി യുസല്ലി, മുഹാജിർ എന്ത് ചെയ്തു? അവിടെ കിടന്നു ഉറങ്ങി. അൻസാരി എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മറ്റേ നേർച്ച ചേർന്നവൻ വരുന്നത്. എന്തിന്? മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ, കൊല്ലാൻ വേണ്ടി നേർച്ച ചേർന്നവൻ വരുന്നത്. അവന് വരുമ്പോൾ കാണുന്നത് ഈ ഫമുശ്ശഅബിൽ ഒരാൾ നിസ്കരിക്കണതാണ്. ഹദീസിൽ കാണാം, ഫഅറഫ അന്നഹു റബീഅത്തുൽ ലിൽ ഖൗം, ഈ ശത്രുവിന് മനസ്സിലായി നിസ്കരിക്കുന്ന ആൾ റബീഅത്തുൽ ലിൽ ഖൗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബികൾക്കും കാവലായിട്ട് ഫമുശ്ശഅബിൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ എന്താ ചെയ്തത്? അതാണ് ഫലമ്മാ റഅ ശഖ്സഹു അറഫ അന്നഹു റബീഅത്തുൽ ലിൽ ഖൗം, അങ്ങനെയാണ് ഹദീസിൻ്റെ പ്രയോഗം. ഈ ശത്രു എന്ത് ചെയ്തു? ഒരമ്പെടുത്തിട്ട് ഫറമാഹു ബിസഹ്മിൻ ഫവഖഅ ഫീഹി എന്നാണ്.
ഈ ശത്രു ഒരമ്പെടുത്തിട്ട് നിസ്കരിക്കുന്ന ഈ അൻസാരിയെ എയ്തു. അത് ഫവഖാഫിഹി, ഈ അൻസാരിയിൽ തറച്ചു എന്നാണ്. അൻസാരിയിൽ തറച്ചു, അത് നിസ്കരിക്കുകയാണ്. ഹദീസിൽ പറയുകയാണ് ഫനസഅഹു. ഫനസഅഹു എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിക്കുന്ന അൻസാരി അത് തന്നിൽ തറച്ച അമ്പ് ഊരി. ഹത്ത റമാഹു ബി സലാസത്തി അസ്ഹുമിൻ എന്നാണ്. ഈ ശത്രു 3 അമ്പ് ചെയ്ത്, പക്ഷേ നിസ്കരിക്കുന്ന അൻസാരി ആ 3 ഊരി എന്നാണ്. നിസ്കാരത്തിൽ 3 അമ്പ് ചെയ്തപ്പോൾ ഹദീസിൽ കാണാം സുമ്മ റകഅ വ സജദ. അപ്പോൾ വേഗം അയാൾ എന്ത് ചെയ്തു? റുക്കൂ ചെയ്ത് സുജൂദ് ചെയ്ത് നിസ്കാരം അവസാനിപ്പിച്ചു എന്നാണ്. ഇവിടെ അമ്പ് ഊരി എന്ന് പറയുമ്പോൾ, നിസ്കാരത്തിൽ ഊരി എന്ന് പറയുമ്പോൾ എന്താ ഈ അമ്പ്? നമുക്കൊരു മുള്ളുകൊണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ എടുക്കുക? നമുക്കൊരു മുള്ളേറ്റാൽ എങ്ങനെ എടുക്കുക? നമ്മളെ ഒരു പിന്നുകൊണ്ട് എത്ര, അല്ലെങ്കിൽ സൂചി കൊണ്ട് എത്ര സാഹസപ്പെടണം എടുക്കണമെങ്കിൽ, തോണ്ടിയെടുക്കണമെങ്കിൽ. ഇതൊരു അമ്പ് തറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്പ് മരം, അതിന് ഇരുമ്പ്, അതിൻ്റെ മൂർച്ച തറച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അത് ഊരിയെടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര നോവുള്ള വിഷയമാണ്, അതിനെത്ര സാഹസം വേണം. പക്ഷേ ഇത് ഒരു നിസ്കരിക്കുന്ന മനുഷ്യൻ തന്നിൽ തറച്ച അമ്പ് ഊരി എന്നാണ്. അപ്പോൾ വീണ്ടും ഒരു അമ്പ് അതും ഊരി. 3 അമ്പ് ഏറ്റപ്പോഴാണ് അദ്ദേഹം റുക്കൂ ചെയ്ത് പിന്നെ സുജൂദ് നിസ്കാരം തീർക്കണത്. സുമ്മ അംബഹൽ അൻസാരി അല്ല മുഹാജിരി എന്നാണ്. വേഗം നിസ്കാരം തീർത്തിട്ട് അംബഹൽ മുഹാജിരി, മുഹാജിരിയെ വിളിച്ചു എന്നാണ്. അംബഹൽ മുഹാജിറ, മുഹാജിറിനെ വിളിച്ചു, കിടക്കണ മുഹാജിറിനെ വിളിച്ചു. ഹദീസിൽ കാണാം ഫലമ്മ റഅൽ മുഹാജിറു മാ ബിൽ അൻസാരി മിനദ്ദം. മുഹാജിർ എഴുന്നേറ്റ് നോക്കുമ്പോൾ അൻസാരി ആകെ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്. ആ രക്തം കണ്ടപ്പോൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് അല അംബഹ്തനി അവ്വല മറമ. സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ ഏറ് കൊണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നെ ഉണർത്തിക്കൂടായിരുന്നോ? ആദ്യത്തെ ഏറ് കൊണ്ടപ്പോൾ തന്നെ എന്നെ ഉണർത്തിക്കൂടായിരുന്നോ എന്നാണ് മുഹാജിർ ചോദിക്കുന്നത്. ആരോട്? അൻസാരിയോട്. അപ്പോൾ എന്താ ഈ അൻസാരി പറയുന്നത്? അതാണ് നമ്മൾ മനസ്സിൽ കൊത്തിവെക്കേണ്ട വരി. എന്താ? കുന്തു ഫീ സൂറത്തിൻ അഖ്റഉഹ ഫലം ഉഹിബ്ബ അൻ അഖ്തഅഹ ഹത്താ ഉൻഫിദഹ. കുന്തു ഫീ സൂറത്തിൻ, ഞാനൊരു സൂറത്ത് ഓതുകയായിരുന്നു. ഫലം ഉഹിബ്ബ അൻ അഖ്തഅഹ ഹത്താ ഉൻഫിദഹ, ആ സൂറത്ത് ഓതി തീരുന്നത് വരെ അത് നിർത്താനും മുറിക്കാനും ഞാൻ ഇഷ്ടപ്പെട്ടില്ല. സൂറത്ത് ഓതുകയായിരുന്നു, അപ്പോഴാണ് അമ്പ് ഏൽക്കുന്നത്, അപ്പോൾ അത് ഊരി വെച്ച്. അപ്പോഴാണ് അടുത്ത അമ്പ്, അത് ഊരി വെച്ച്. അപ്പോഴാണ് അടുത്ത അമ്പും അത് ഊരി വെച്ച്. പറയുകയാണ് ഫലമ്മ തതാബഅ റമി, ഈ ശത്രു ഏറ് തുടർത്തിയപ്പോൾ റകഅതു സുമ്മ അംബഹതു. അപ്പം ഞാൻ വേഗം ചെയ്തു റുക്കൂ ചെയ്തിട്ട് ഞാൻ താങ്കളെ ഉണർത്തി. പിന്നെ അദ്ദേഹം പറയുന്ന ഈ വരി, അതും നമ്മളേറെ മനസ്സിൽ കോറി വെക്കേണ്ട ഒരു വരിയാണ്. അദ്ദേഹം പറയുന്നത് വഅയ്മുല്ലാഹ് ലൗല അൻ ഉദയ്യിഅ സഗറൻ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളിഹി ലഖതഅ നഫ്സി ഖബ്ല അൻ അഖ്തഅഹ ഔ അൻ ഉൻഫിദഹ എന്നാണ്. എന്താ? വഅയ്മുല്ലാഹ്, അള്ളയാണ് സത്യം. ലൗല അൻ ഉദയ്യിഅ സഗറൻ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളിഹി, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംരക്ഷിക്കാൻ പറഞ്ഞ സഗർ, ഈ അതിർത്തി ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടുമെന്നുള്ള പേടിയില്ലായിരുന്നുവെങ്കിൽ, ഞാനിങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ശത്രുവാണല്ലോ, എന്താ ശത്രു വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സഹാബികളൊക്കെ നന്നായിട്ട് ആക്രമിക്കും. റസൂലുള്ളാഹി പറഞ്ഞതാണ് ഇവിടെ കാവൽ നിൽക്കാൻ. ഈ കാവൽ നിൽക്കുന്നത് നഷ്ടപ്പെടുമെന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് കൽപ്പിച്ചതാണത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ. അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയില്ലായിരുന്നുവെങ്കിൽ ലഖതഅ നഫ്സി ഖബ്ല അൻ അഖ്തഅഹ ഔ അൻ ഉൻഫിദഹ എന്നാണ്. ഈ സൂറത്ത് ഓതി തീർന്നിട്ടേ, ഓത്ത് അവസാനിപ്പിച്ചിട്ടേ ഞാൻ വിരമിക്കൂ. അതിനു മുമ്പ് അയാൾ എന്നെ കൊന്നാലും ശരി, ഓത്ത് നിർത്താൻ കാരണം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഇത് നഷ്ടപ്പെടുത്തുമോ എന്ന് പേടിച്ചതിനാലാണ് എന്ന് ആ അൻസാരി ഈ മുഹാജിറിനോട് പറഞ്ഞു എന്ന്. അല്ലാഹു അക്ബർ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തായിരുന്നു അപ്പോൾ അവരുടെ നിസ്കാരം, എങ്ങനെയായിരുന്നു അവരുടെ ഓത്ത്. കുന്തു ഫീ സൂറത്തിൻ, ഞാനൊരു സൂറത്ത് ഓതുകയായിരുന്നു. ഫലം ഉഹിബ്ബ അൻ അഖ്തഅഹ ഹത്താ ഉൻഫിദഹ, ആ സൂറത്ത് ഓതി തീർക്കുന്നത് വരെ അത് നിർത്താനും മുറിക്കാനും ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. എപ്പോൾ ശത്രുവിൻ്റെ ഒരു അമ്പെയ്ത്ത് മേത്തേറ്റിപ്പോൾ അദ്ദേഹം ഊരി വെച്ചു, അടുത്തത് മേറ്റ് എപ്പോഴും ഊരി വെച്ചു, 3-ാമത് ഏറ്റപ്പോഴാണ് അദ്ദേഹം റുക്കൂ ചെയ്യണത്, സുജൂദ് ചെയ്യണത്, അവസാനിപ്പിക്കുന്നത്. അതും
ഈ മുറിവേറ്റതിനാലും അമ്പ് കൊണ്ടതിനാലും അല്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംരക്ഷിക്കാൻ പറഞ്ഞതാണ് ഈ അതിർത്തി. അത് പാഴായി പോകുമോ എന്നുള്ള പേടിയാലാണ് സുജൂദ് ചെയ്തത്. മുഹാജിറിനെ ഉണർത്തുകയും ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആരെ ഈ അൻസാരി, ആരെ ഈ മുഹാജിർ? ഈ അൻസാരിയുടെ പേരാണ് അബ്ബാദ് ഇബ്നു ബിശ്ർ ഇബ്നു വഖ്ഷ് അൽ അൻസാരി അൽ അശ്ഹലി റളിയല്ലാഹു തആല അൻഹു. അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ മദീനയിൽ ഒരിക്കൽ അബ്ബാദ് ഇബ്നു ബിശ്റിൻ്റെ വടിത്തുമ്പത്ത് വെട്ടമുണ്ടാവുകയും അദ്ദേഹം ഇരുട്ടിൽ വഴി നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രം വായിക്കുന്നില്ലേ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിൽ ഒരു നിസ്കാരവും ഓത്തും കേൾക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നുണ്ട്, അബ്ബാദ് ഇബ്നു ബിശ്റിൻ്റെ ഖിറാഅത്തല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ റഹം അബ്ബാദൻ, അള്ളാഹുവേ അബ്ബാദിനോട് നീ കരുണ കാണിക്കണമേ. എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം എനിക്ക് മറന്നുപോയ 1-2 ആയത്തുകൾ ഓർമ്മിപ്പിച്ചു. ഓർമ്മയിൽ എന്നെ തൊട്ട് മറപ്പിക്കപ്പെട്ട 1-2 ആയത്തുകൾ അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അല്ലാഹുമ്മ റഹം അബ്ബാദൻ, അബ്ബാദിനോട് കരുണ കാണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തിട്ട്. അൻസാരികളിൽപ്പെട്ട ബനു അബ്ദുൽ അശ്ഹൽ ഗോത്രത്തിൽപ്പെട്ട മഹാനായ സഹാബിയായിരുന്നു അബ്ബാദ് ഇബ്നു ബിശ്ർ ഇബ്നു വഖ്ഷ് റളിയല്ലാഹു തആല അൻഹു. അതാണ് ഈ അൻസാരി. മുഹാജിർ, കിടന്നിറങ്ങിയ മുഹാജിർ അത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു. അമ്മാർ ഇബ്നു യാസിർ മുഹാജിറാണ്. എന്താ അമ്മാർ ഇബ്നു യാസിറിൻ്റെ വാപ്പാൻ്റെ പേര്? അമ്മാറിൻ്റെ വാപ്പാൻ്റെ പേര് യാസിർ ഇബ്നു ആമിർ അൽ അനസി. ഉമ്മൻ്റെ പേര് സുമയ്യ ബിന്ത് ഖബ്ബാത്ത് അല്ലെങ്കിൽ ഖുബാത്ത് റളിയല്ലാഹു തആല അൻഹ. സുമയ്യ യാസിർ ദമ്പതികളുടെ മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു. അവരുടെയൊക്കെ സ്ഥാനം എത്രയും നമുക്കറിയാം. ഏതായാലും അവരാണ് ആര് കാവൽ നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞ് ആ ഫമുഷാബിൽ നിലയുറപ്പിച്ച 2 മഹത്തുക്കൾ. എന്നിട്ടവർ ഒരാൾ വിശ്രമിച്ചത് എന്തിനാ? അടുത്ത ആൾ ഉണർന്നിരിക്കുക. ഇയാൾ ഉറങ്ങുമ്പോൾ അടുത്ത ആൾ ഉണർന്ന് ശത്രുവിനെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇംതിദാദ്. ഇവിടെ നമ്മളുടെ വിഷയം ഇതാണ് നമ്മുടെ വിഷയം. എന്ത്? കുൻതു ഫീ സൂറത്തിൻ അഖറഉഹ ഫലം ഉഹിബ്ബ അൻ അഖ്തഅഹ ഹത്താ ഉൻഫിദഹ. ഞാനൊരു സൂറത്ത് ഓതുകയായിരുന്നു, അത് ഓതി തീർക്കുന്നത് വരെ അത് മുറിക്കുന്നത് എനിക്കിഷ്ടം അല്ല എന്നാണ്. അമ്പ് ഏറ്റിട്ടും ഓത്ത് തുടരുകയാണ്. ആ ഓത്തിൻ്റെ തുടർച്ചയിൽ, ആ ആയത്തുകളുടെ മാസ്മരികതയിൽ, വശ്യതയിൽ, ആശയത്തിൻ്റെ മികവിൽ, തികവിൽ തനിക്കേറ്റ അമ്പ് പോലും ഊരിവെക്കുന്നത് അതിൻ്റെ നോവൊന്നും അറിയാത്ത രീതിയിലാണ് അവർ അബ്ബാദ് റളിയല്ലാഹു അൻഹു അത് ചെയ്യണത്. അപ്പോൾ ഖുർആൻ എങ്ങനെ അവരെ സ്വാധീനിച്ചു, അവരുടെ ഖൽബിനെ ഭരിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ചരിത്രം. വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ അനിവാര്യതയും ആവശ്യകതയും എത്രമേൽ എന്നുള്ളത് ബോധ്യപ്പെടാൻ കൂടിയാണ് ഈ ചരിത്രം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ വർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓതണത് എന്ത് എന്നുള്ളത് അറിഞ്ഞതുകൊണ്ടല്ലേ, അതിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടതുകൊണ്ടല്ലേ, അതിലുള്ള വിധിവിലക്കുകളും വിഷയങ്ങളും ഗ്രാഹ്യമായതുകൊണ്ടല്ലേ. കേവല പാരായണമല്ല ഇത്, പിന്നെയോ അറിഞ്ഞാസ്വദിച്ചുള്ള പാരായണമാണ്, ആകൃഷ്ടനായിട്ടുള്ള പാരായണമാണ്. അതുകൊണ്ടാണ് ശത്രു അമ്പെയ്യുമ്പോൾ അത് തറക്കുമ്പോൾ നോവേൽക്കാത്ത വിധം നിസ്കാരം തുടർന്നത്, പാരായണം തുടർത്തിയത്. ഏറ്റ അമ്പ് പറിച്ചു വെക്കുകയാണ് മേത്തുനിന്ന്. നമ്മളൊരു സൂറത്ത് ഓതി ആയത്ത് ഓതിയിട്ട് നിങ്ങൾ മുള്ളെടുത്തോളി എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? പക്ഷെ നമ്മൾ കഴിയുന്നത്ര ശ്രമിക്കണ്ടേ എന്താണ് ഞാൻ ഈ ഓതുന്നത് എന്നുള്ളതറിയാൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയും ഇവിടെ നമ്മൾ ശരിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നതും അതാണ്. നമ്മളോടുന്ന കിതാബിൽ ഓരോ വചനങ്ങളിൽ കുടികൊള്ളുന്ന വിഷയങ്ങൾ എത്രയാണ്, വിധികൾ എത്രയാണ്, അതിൻ്റെ പൊരുളുകൾ, യുക്തികൾ എത്രയാണ്, അതിൽ സുവിശേഷങ്ങൾ എന്തൊക്കെയാണ്, മുന്നറിയിപ്പുകളും താക്കീതുകളും അപായ സൂചനകളും എത്രയാണ്, അതിൽ ഉപമകൾ, അതിൽ കഥകൾ, അതിലടങ്ങിയ വിധികൾ, വിലക്കുകൾ, ഇതൊക്കെ എത്രയാണ്. ഒരു സംഭവം കൂടി ഉണർത്തി എൻ്റെ വാക്കുകൾ നിർത്താം. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, അജ്മഉ ആയത്തിൻ ഫി കിതാബില്ലാഹ് ലിൽ ഹലാലി വൽ ഹറാമി വൽ അംരി വൻ നഹി. വിശുദ്ധ ഖുർആനിൽ ഹലാലും ഹറാമും അതേപോലെ കൽപ്പനകളും വിരോധങ്ങളും ക്രോഡീകൃതമായ ഒന്നിച്ചുള്ള ആയത്ത്. എന്നിട്ട് അതേ ആയത്ത് ഇതാണ് സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ ആയത്ത്. ഏതാണത്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി
യഈദുകും ലഅല്ലകും തദക്കറൂൻ. ഇതാണ് ആയത്ത്. ഈ ആയത്തിനെ കുറിച്ചാണ് പറയുന്നത്. അജ്മഉ ആയത്തിൻ ഫി കിതാബില്ലാഹി ലിൽ ഹലാലി വൽ ഹറാമി വൽ അംരി വൻ നഹി. അള്ളാഹിൻ്റെ കിതാബിൽ വിധി വിലക്കുകളും ഹലാലും ഹറാമും ക്രോഡീകൃതമായ സമുന്നയിച്ച ഏറ്റവും മഹനീയമായ വചനം ഇതാണ് എന്ന് പറയുന്നു. ചരിത്രം അതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ഈ ആയത്ത് 3 അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത നാളിൽ കേട്ടിട്ടുണ്ട്. 3 ആളുകളും ഈ ആയത്തിനാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. 2 പേർ ഇസ്ലാം ആശ്ലേഷിച്ചു. 3ാമൻ കൂടുതൽ സ്വാധീനിച്ച ആളാണ്, പക്ഷേ അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ അവസരം ഉണ്ടായില്ല. അള്ളാഹു നമുക്ക് ആകട്ടെ. നഊദുബില്ല. ബനു തമീം ഗോത്രത്തിൻ്റെ നേതാവായിരുന്നു അക്സും ഇബ്നു സൈഫി അത്തമീമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായത് കേട്ട അക്സും ഇബ്നു സൈഫി അത്തമീമി ബനു തമീം ഗോത്രത്തിൽ നിന്ന് മക്കയിലേക്ക് വരാൻ, അല്ലെങ്കിൽ മദീനയിലേക്ക് വരാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഭാവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കാൻ. അപ്പം ബനു തമീമിൻ്റെ നേതാവാണ് ഈ അക്സും. അപ്പം നേതാവ് പോയിട്ടുണ്ടെങ്കിൽ പ്രജകൾ നാഥനില്ലാ പട, എന്താ നാഥനില്ലാ പട കെമ്മിൽ നായിപ്പട വല്ല നായപ്പട, അതാണ് അക്രമക്കുമുള്ള. അപ്പോൾ നേതാവ് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അക്സും ഇബ്നു സൈഫി തിരുസവിധത്തിലേക്ക് എത്താൻ നജ്ദിൽ നിന്ന് അദ്ദേഹം ഭയങ്കര ബുദ്ധിരാക്ഷസനായിരുന്നു. വലിയ ഹിക്മത്തുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അക്സും ഇബ്നു സൈഫി. അപ്പോൾ മദീനയിലേക്ക് ഇദ്ദേഹം പോകാൻ ആളുകൾ പറഞ്ഞ് നിങ്ങൾ പോകണ്ട, നിങ്ങൾക്ക് പ്രതിനിധികളെ വിടാൻ പറഞ്ഞു. അങ്ങനെ അക്സും ഇബ്നു സൈഫി ആളുകളൊക്കെ തടഞ്ഞപ്പോൾ അദ്ദേഹം പോയില്ല. അദ്ദേഹം തൻ്റെ പ്രതിനിധികളെ വിട്ടു. അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കണം, മൻ അൻത വമാ അൻത്, മൻ അൻത വമാ അൻത്, താങ്കൾ ആരാണ്, താങ്കൾ എന്താണ്? നേതാവിന് വേണ്ടിയിട്ട് ഇവർ പോയിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താൻ ആരാണ് എന്നുള്ളത്, താൻ എന്താണ് എന്നുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചതിന് ശേഷം ഒരു സന്ദേശമാണ് കൊടുത്തയക്കുന്നത് പ്രതിനിധികളുടെ അടുക്കലേക്ക് അങ്ങോട്ട്. അത് ഈ ആയത്താണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅഇദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ആയത്ത് കേട്ട മാത്രയിൽ അക്സും ഇബ്നു സൈഫി അത്തമീമി ഇസ്ലാം ആശ്ലേഷിച്ച് അദ്ദേഹം തങ്ങളെ പുൽകാൻ വേണ്ടിയിട്ടുള്ള വെമ്പലിൽ അദ്ദേഹം വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തിരുസവിധത്തിലേക്ക് എത്താനായില്ല. അതിനു മുമ്പ് അദ്ദേഹത്തിന് മരണം പരലോകത്തേക്ക് എടുത്തു എന്നുള്ളതാണ്. അക്സും ഇബ്നു സൈഫി അത്തമീമി റളിയല്ലാഹു തആല അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട്. ഈ ആയത്ത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അള്ളാഹു അദ്ൽ കൊണ്ട് കൽപ്പിക്കുന്നു, വൽ ഇഹ്സാൻ, ഇഹ്സാൻ കൊണ്ട് കൽപ്പിക്കുന്നു, വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, നീചവൃത്തികൾ, തിന്മകൾ, അതിക്രമങ്ങൾ അള്ളാഹു വിലക്കുന്നു, വിരോധിക്കുന്നു. യഇദുകും, അള്ളാഹു നിങ്ങൾക്ക് വഅദ്, സാരോപദേശം, സതുപദേശം, സന്മാർഗദർശനം കനിയുന്നു. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഉത്ഭുതരാകാൻ വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ അദ്ല്, ഇഹ്സാൻ, അതേപോലെ തന്നെ ഫഹ്ശാ, മുൻകർ, ബഗി, ഈ ആയത്തിൽ പറഞ്ഞ വഅദ്, ഈ ആയത്തിൽ പറഞ്ഞ തദക്കുർ, ഇതൊക്കെ അതിൽ ഓരോന്നും ഇവിടെ ഒരു 4 മണിക്കൂർ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആശയവൈപുല്യം പറഞ്ഞു തീരില്ല. അത്രമേൽ വലിയ ആശയങ്ങളാണ് അതിനുള്ളത്. അതിൽ അദിലും ഇഹ്സാനും തന്നെ. ഇപ്പോൾ ഈ അദിൽ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ തഫ്സീറുകളിലും മറ്റൊക്കെ നമ്മൾ വായിക്കുന്നത് ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദിലി വൽ ഇഹ്സാൻ, എല്ലാ നന്മകളും, എല്ലാ പുണ്യങ്ങളും, എല്ലാ കൽപ്പനകളും, സ്വർഗ പ്രവേശനത്തിന് വേണ്ടതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് ഈ അദിലും ഇഹ്സാനും. അതുകൊണ്ടാണ് അദിൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധ കർമ്മങ്ങൾ, അതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധ കർമ്മങ്ങൾ, ഇഹ്സാൻ എന്ന് പറഞ്ഞെങ്കിൽ ഐച്ഛിക കർമ്മങ്ങൾ. അതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ അലാനിയത്തും ശരീരത്തും, രഹസ്യവും പരസ്യവും, ഇസ്തിവ, അത് ഒരുപോലെ ആകലാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തെ അലാനിയത്തിനേക്കാൾ, രഹസ്യം പരസ്യത്തേക്കാൾ ഉഷാറാകലാണ്. ഇതൊക്കെയാണ് അള്ളാഹു കൽപ്പിക്കുന്നത് പറയാൻ. അതേപോലെ തന്നെ അതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രതയുടെയും ജീർണതയുടെയും മധ്യേ മിതത്വത്തിൻ്റെ ജീവിതം. ഇഹ്സാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ നിരീക്ഷിക്കൽ, പടപ്പുകളോടുള്ള ഇഹ്സാൻ, സുഹൃതം, പടപ്പുകളിൽ മാതാപിതാക്കൾ, മക്കൾ, അയൽപക്കം, മറ്റു മനുഷ്യർ, ജന്തുമൃഗാദികൾ, ഇവരോടൊക്കെ ഇഹ്സാൻ അല്ലേ. വലിയ വിപുലമായ ആശയമാണ് ഈ അദിലും ഇഹ്സാനും തന്നെ ഉൾക്കൊള്ളുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെയുള്ളൊരു ആയത്ത് അതാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിരാക്ഷസനായ അക്സും ഇബ്നു സൈഫി അത്തമീമി ഇസ്ലാം സ്വീകരിച്ചത്. പിന്നെ കേട്ടൊരു മഹാനാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ തിരുസവിധത്തിലിരിക്കുകയാണ്. അദ്ദേഹം മുസ്ലിമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഒരു വേണ്ടത്ര ഒരു ഗുണപ്രദമല്ലാത്ത അല്ലെങ്കിൽ അനുകൂലമല്ലാത്തൊരു ചിന്തയായിട്ടാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ ഇരിക്കെ മാനത്തേക്ക് നോക്കുന്നു, ആരോടെന്നില്ലാതെ പ്രതികരിക്കുന്നു, ആരോടെന്നില്ലാതെ അനക്കത്തിലൂടെ പ്രതികരിക്കുന്നു. അപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ ഇത് കേട്ട് നെട്ടുകയാണ്. എന്താ അപ്പോൾ ഇത് എൻ്റെ സമക്ഷത്തിലിരുന്ന് ഇങ്ങനെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രതികരണം അവസാനിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ ചോദിക്കുകയാണ്, നിങ്ങളെ ആരോടായിരുന്നു സംവദിച്ചത്, ആരോടാണ് പ്രതികരിച്ചത്? അപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊനോട് ചോദിക്കുകയാണ്, നിങ്ങളത് കണ്ടോ? അദ്ദേഹം പറയാം, അതെ ഞാൻ കണ്ടു. അപ്പോൾ പറയുകയാണ്, അത് അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞെങ്കിൽ മലക്കിനെ ഉദ്ദേശിച്ച് എനിക്ക് ബോധനം നൽകിയതാണ് എന്ന് പറഞ്ഞാൽ ബോധനം നൽകിയത് കേൾപ്പിക്കുകയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅഇദുകും ലഅല്ലകും തദക്കറൂൻ എന്ന്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ അത് കേട്ട് ഇസ്ലാം ആശ്ലേഷിച്ചു. പിന്നെ ഒരാൾ അയാൾ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിഹ്വയിൽ നിന്ന് കേട്ട് അക്സും ഇബ്നു സൈഫിയെ പോലെയും ഉസ്മാൻ ഇബ്നു മദ്ഊനെ പോലെയല്ല അയാളുടെ പ്രതികരണം വന്നത്. അയാൾ ഈ ആയത്തിൽ നന്നായി സ്വാധീനിക്കപ്പെട്ടു, പൂണ്ടുപോയി. ആരാണത്? അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി. അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി ഈ രണ്ടാളുകളേക്കാൾ അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി കാരണവരാണ്, സാഹിത്യകാരനാണ്, ഭാഷാപടുവാണ്. ഗദ്യ സാഹിത്യത്തിൽ മക്കയിൽ അതിൻ്റെ ടോപ്പ് എന്ന് പറയാം. അങ്ങനെയായിരുന്നു അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി. മക്കക്കാർക്കൊക്കെ എപ്പോഴും ഒരു വിധി തീർപ്പിൽ അവർ ആശ്രയിച്ചതും അവലംബിച്ചതും ഈ അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് കേട്ടു, അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി ഈ ആയത്ത് കേട്ടിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? അദ്ദേഹം ആണയിട്ട് പറഞ്ഞു, ഇന്നഹു ലൈസ ബിഖൗലി ബശർ. ഈ ഖുർആൻ ഈ ആയത്ത് കേട്ടപ്പോൾ ഇതൊരു മനുഷ്യൻ്റെ വാക്കല്ല എന്ന് അദ്ദേഹം ആണയിട്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവിടെയാണ് എന്നും ശത്രു ഖുർആനെ കുറിച്ച് പറഞ്ഞത് എന്ത്? വിശുദ്ധ ഖുർആനെ വാഴ്ത്തി പ്രശംസിച്ച് വിശുദ്ധ ഖുർആൻ അനുകൂലമായി ശത്രു പറഞ്ഞത് എന്ത് എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ആദ്യം വായിക്കുക ഈ വലീദ് ഇബ്നുൽ മുഗീറൻ്റെ ഈ വാക്കാണ്. ഏതാ വാക്ക്? ഇന്ന ലഹു ലഹലാവത്തുൻ വ ഇന്ന അലൈഹി ലതലാവത്തുൻ വ ഇന്ന അഅലാഹു ലമുസ്മിറുൻ വ ഇന്ന അസ്ഫലഹു ലമുഗ്ദിഖുൻ വ ഇന്നഹു യഅലു വലാ യുഅല അലൈഹി. വിശുദ്ധ ഖുർആനെ കുറിച്ച് വിശ്വാസിയല്ലാത്ത ഒരാളുടെ ഏറ്റവും നല്ല പ്രതികരണമാണ് ഇത്. ഇതാണ് ശത്രുക്കൾ വിശുദ്ധ ഖുർആനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നതിൽ, അവിശ്വാസികൾ എന്ത് പറഞ്ഞു എന്നതിൽ എല്ലാവരും ഉദ്ധരിക്കുന്ന ഉദാഹരണം. ഇത് അൽ വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞത് നമ്മുടെ ഈ ആയത്ത് കേട്ടിട്ടാണ്. ഈ ആയത്ത് അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവാണ് സത്യം, ഇതൊരു മനുഷ്യൻ്റെ വാക്കല്ല. വ ഇന്ന ലഹു ലഹലാവ. വിശുദ്ധ ഖുർആനിന് ഹലാവത്തുണ്ട്, മാധുര്യമുണ്ട്. വ ഇന്ന അലൈഹി ലതലാവ. വിശുദ്ധ ഖുർആനിന് സൗന്ദര്യമുണ്ട്, ഭംഗിയുണ്ട്. വ ഇന്ന അഅലാഹു ലമുസ്മിർ. വിശുദ്ധ ഖുർആൻ്റെ മേൽഭാഗം അത് ഫലവത്താണ്, കായ്കനികളാൽ സമ്പന്നമാണ്. വ ഇന്ന അസ്ഫലഹു ലമുഗ്ദിഖ്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ താഴ്ഭാഗം അത് ഫലഭൂയിഷ്ടമാണ്, വളക്കൂറുള്ള നനവുള്ള ഇടമാണ്. വ ഇന്നഹു യഅലു വലാ യുഅല അലൈഹി. വിശുദ്ധ ഖുർആൻ എല്ലാത്തിനെയും മികച്ചു നിൽക്കും, വിശുദ്ധ ഖുർആനെ മികച്ചു നിൽക്കാൻ ഒന്നുമില്ല എന്ന് അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി ഈ ആയത്ത് കേട്ടാണ് ഖുർആനെ കുറിച്ച് അനുകൂല സാക്ഷ്യം പറഞ്ഞത്. പക്ഷേ വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഴികേട് നിശ്ചയിച്ചവന് ഹിദായത്ത് കൊടുക്കാൻ ആരുമില്ല. ഈ വലീദ് ഇബ്നുൽ മുഗീറ ദുനിയാവിൻ്റെ ചില വിഭവങ്ങൾക്ക് വേണ്ടി താൻ മനസ്സിലാക്കിയ ആദർശത്തെ തമസ്കരിക്കുകയാണ് ചെയ്തത്. അബൂ ജഹൽ അൽ വലീദ് ഇബ്നുൽ മുഗീറയോട് മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികതയിൽ ആകൃഷ്ടനായിട്ടാണോ താങ്കൾ മാറുന്നതെന്ന് ചോദിച്ച് ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ തരാം എന്ന് പറഞ്ഞ് അൽ വലീദ് ഇബ്നുൽ മുഗീറയെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. അറിഞ്ഞ സത്യം അത് മനസ്സിലാക്കാൻ തുനിയാതെ, അത് സ്വീകരിക്കാൻ തുനിയാതെ അൽ വലീദ് ഇബ്നുൽ മുഗീറ ഭൗതികതയിൽ പരാജിതനായി എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. ഞാനിതൊക്കെ പറഞ്ഞത് നോക്കൂ, നിങ്ങളൊരായത്ത്, ആ ആയത്ത് കേട്ട മാത്രയിൽ അതിനുള്ള ആളുകളുടെ പ്രതികരണം അതെന്തുകൊണ്ട്, എന്താണത് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട്, എന്താണ് അതിൻ്റെ വിഷയങ്ങളെന്ന് അറിഞ്ഞതുകൊണ്ട്, അതിലടങ്ങിയ പൊരുളും യുക്തിയും ജ്ഞാനവുമൊക്കെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ സ്വാധീനിക്കപ്പെട്ടത്, ഇങ്ങനെ വിലയിരുത്തലുകൾ വന്നത്. അതുതന്നെയാണ് നമ്മളും ഓതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിൻ്റെ വിഷയത്തിൽ ഒക്കെ ചില വിമ്മിഷ്ടങ്ങളും അല്ലെങ്കിൽ അലസതയും ഒക്കെ
വന്നു പോകുന്ന ഒരു ദുരവസ്ഥ പരക്കെ പിൽക്കാലങ്ങളിൽ വന്നുപോയി എന്നുള്ളതാണ് നമ്മുടെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു പ്രയാസത്തിൻ്റെയും പരാജയത്തിൻ്റെയും കാരണം. കഴിയുന്നത്ര പഠിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്ന് എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സദസ്സിനെ ഉപരിലോകത്ത് ഒരു പുണ്യമായി നന്മയായി കബൂലാക്കുമാറാവട്ടെ. ഈ വേദിയിൽ നമ്മളോടൊത്തിരിക്കേണ്ടിയിരുന്ന പലരും ഈ വേദിയിൽ നിന്ന് അകലത്തിലാണ്. ഈ വേദിയിൽ മനസ്സ് നട്ട് കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ സഹോദരികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. അവർ രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മളോടൊത്തിരുന്ന പലരും കൺമറഞ്ഞ് അവരുടെ പരലോക യാത്രയിലാണ്. അല്ലാഹു ആ ഖബറിടങ്ങളെ നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും നമ്മുടെ സദസ്സുകളിൽ കൂട്ടിയിരുത്തിയതുപോലെ സ്വർഗ്ഗത്തിലും അവരോടൊത്ത് കണ്ണിചേരാൻ അല്ലാഹു നമ്മളെയും അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് അല്ലാഹു പൊറുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൽ നിന്നുള്ള റഹ്മത്തും മഗ്ഫിറത്തും മരണപ്പെട്ട മാതാപിതാക്കൾക്ക് കനിയുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് വലയുന്നവർക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين السلام عليكم ورحمة الله. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു. ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.